ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഫ്രീ ഫയറിൻ്റെ ഒരു ഗെയിം പ്ലേ ആണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണം. ഇന്ന് ക്ലാഷ് സ്ക്വാഡ് കലാഹാരിയാണ് കളിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ എത്തി. ഞാൻ M500 ഗണ്ണാണ് മേടിക്കുന്നത്. നല്ല ലോങ് റേഞ്ച് അടിക്കാൻ പറ്റുന്ന ഗണ്ണാ. പിന്നെ 10-45 ഡാമേജ് ഒക്കെ പോവും. എനിക്ക് ഈ പിസ്റ്റലി രണ്ടാമത് ഇഷ്ടമുള്ള ഗണ്ണ് ഇതാണ്, M500. ഇവിടുന്ന് നേരെ ഈ ജനൽ ചാടി അപ്പുറത്തേക്ക് വെച്ച് പിടിക്കുന്ന സമയത്ത് ഒരു എനിമി അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ വെടി വെച്ച്, പക്ഷേ ഞങ്ങളുടെ ടീംമേറ്റ് OC കില്ലെടുത്ത്. എന്നാൽ കുറേ ഡാമേജ് കൊടുത്ത് ടീംമേറ്റ് OC കില്ലെടുത്തത് വളരെ നഷ്ടമായി പോയത്. ആ സമയം G80 എടുത്താൽ മതിയായിരുന്നെന്ന് ഇപ്പം തോന്നുന്നു. അത് ഷോർട്ട് റേഞ്ച് അടിക്കാൻ പറ്റുന്ന നല്ല ഗണ്ണും ആയതുകൊണ്ട് ഞാൻ റഷ് ചെയ്ത് കയറി അടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇത് ലോങ് റേഞ്ച് അടിക്കാൻ പറ്റുന്ന ഗണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പുറത്തെ ടീമിൽ 3 എനിമി നോക്കായിട്ടുണ്ട്. ഇനി ഒരാളും കൂടി മാത്രമേ ഉള്ളൂ. ഇവൻ്റെ തലയ്ക്ക് നോക്കി അടിക്കാൻ നോക്കിയതാണ്, പക്ഷേ അടിച്ച് കൊണ്ടില്ല. അപ്പോഴത്തേക്ക് എനിമിയെ തപ്പി ഞാൻ പോന്നു. തപ്പി ഇതിന് ചുറ്റിനും വിട്ട് പിടിക്കുന്ന സമയത്ത് അവിടെ സൈഡിൽ എനിമി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് നിന്നെടുത്ത് എനിമിയെ നോക്കി ഓടി വളഞ്ഞ് എല്ലായിടത്തും ചുറ്റി പിടിച്ച് നോക്കി, ആരെയും കണ്ടില്ല. ഓടി വന്നപ്പോൾ അവിടെ ഒരുത്തൻ ചാടി ഹെഡ് ഷോട്ട് അടിക്കണമെന്ന് നോക്കിയതാണ്, പക്ഷേ എനിമിയെ ഞങ്ങളുടെ ടീംമേറ്റ് കൊന്നു. അങ്ങനെ ഈ മാച്ചിൽ ഒരു കില്ല് പോലും കിട്ടിയില്ല. അടുത്ത മാച്ച് ആയപ്പോഴത്തേക്ക് ഞാനൊരു തോംസൺസ് എടുത്ത് നേരെ ഇവിടെ സ്റ്റഡി ആയിട്ടങ്ങ് നിന്നു. നേരെ ബോക്സിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലോട്ട് വെച്ച് പിടിച്ച് അവിടുത്തെ ജനലിൻ്റെ മേളിൽ കൂടെ ചാടി കയറി വന്ന് തോംസൺസ് ഗണ്ണെടുത്ത് അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ തുറന്ന പ്രദേശമായി പോയി. അതുകൊണ്ട് ഇങ്ങോട്ട് ഒളിച്ച് നിൽക്കണമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് വഴി കൂടെ ഓടി വന്ന് ഈ ജനൽ വഴി കൂടെ ചാടി നേരെ അങ്ങോട്ട് എനിമിയുടെ അടുത്തോട്ട് വെച്ച് പിടിക്കുക. ആ സമയം ഇവിടെ 3 എനിമി. അതിലൊരാളെ നോക്ക് ചെയ്ത് പിന്നെ അടുത്ത ആളെ നോക്ക് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയം ബുള്ളറ്റ് റീലോഡ് ചെയ്ത് അവനെ നോക്ക് ചെയ്തപ്പോൾ ആ 3ാമത്തെ എനിമിയെ ടീംമേറ്റ് കൊന്ന്. ആ സമയം 2 കില്ല് എനിക്ക് കിട്ടി. നേരെ ഞാൻ AK പർച്ചേസ് ചെയ്തിട്ട് സ്റ്റഡി ആയിട്ട് അവിടെ നിന്ന് എല്ലായിടത്തും നോക്കി ഒന്ന് ഓടി. ബോക്സിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായപ്പോഴത്തേക്ക് നേരെ ഓടി വന്ന് ഇവിടെ കയറി അങ്ങ് കുത്തിയിരുന്ന് AK എടുത്ത് വെടിവെക്കാൻ തീരുമാനിച്ചിരുന്ന സമയം അവിടുന്ന് ഒരു എനിമി നേരെ സ്കോപ്പ് ചെയ്തടിച്ച്. അവൻ ചാടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഒരു ഹെഡ് ഷോട്ട് കിട്ടി. അവനെ എൻ്റെ ടീംമേറ്റ് നേരെ ഫിനിഷ് ചെയ്ത്. അങ്ങനെ ഞാൻ തോംസൺസ് എടുത്ത് എനിമിയെ കാണാൻ വേണ്ടി കാത്തിരുന്ന സമയം ദൈവം കൊണ്ടുവന്നൊരു മാലാഖയെ പോലെ അവൻ. പക്ഷെ ആ സമയത്തേക്ക് അവൻ ഓടി മറഞ്ഞു. അത് പിന്നെ ഞാൻ ഗൺ റീലോഡ് ചെയ്ത് താഴെ ഇറങ്ങി സൈഡിൽ കൂടെ വെച്ച് വലിഞ്ഞു ഓടി നേരെ. ഇനി ഒരു എനിമി കൂടി മാത്രം. അവൻ ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങോട്ട് ചെന്നത്. ഇവിടെ ആരും ഇല്ലായിരുന്നു, ഞങ്ങളുടെ ഒരു ടീംമേറ്റ് മാത്രം. ഇനി ബാക്കിയുള്ള ഒരാളെ എനിക്ക് കില്ല് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ ഒരുത്തൻ നോക്കായി. അവനെ നോക്കായെടുത്തുണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ടീംമേറ്റ് ആ എനിമിയെ ഫിനിഷ് ചെയ്ത്. അങ്ങനെ ആ കളിയും കൂടെ കഴിഞ്ഞ് ഇനി ഒരു പോയിൻറ്റും കൂടെ കിട്ടിയാൽ ഈ കളി ജയിക്കും. അങ്ങനെ ബോക്സിലെത്തിയപ്പം തോംസൺസ് AKയും കയ്യിരിക്കുന്നു. പിന്നെ നമുക്ക് എന്ത് ഗണ്ണ്, ബാലൻസും മഷ്റൂമും ഗ്ലൂവാളും ഗ്രനേഡും ഹെൽമറ്റും എല്ലാം മേടിച്ച് അവിടെ ബോക്സിൽ സ്റ്റഡി ആയിട്ട് നിന്ന്. പിന്നെ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, ഒരു ധൈര്യത്തിന് വേണ്ടി ഓടിയ അവിടെ നിറച്ച മഷ്റൂം ടീംമേറ്റ്. അങ്ങനെ ബോക്സിൽ നിന്ന് ഇറങ്ങിയ സമയം നേരെ ഓടി പോയി ടയറിൻ്റെ വെളിയിൽ ചാടാനായിരുന്നു പ്ലാൻ. പക്ഷെ ഫോണിന് ചെറിയൊരു പ്രോബ്ലം വന്ന് ജസ്റ്റ് ഒന്ന് ഹാങ് ആയിപ്പോയി, അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഒടുവിൽ ടയറിൻ്റെ മേളിൽ ചാടി കയറി, എൻ്റെ മേളിൽ കയറി
എന്നിട്ട് തോംസൺസ് എടുത്ത് നേരെ താഴോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു എനിമി താഴെ ഇറങ്ങിയ കണ്ട്. എനിമി വരുന്നവരെ ഇവിടെ കാത്തിരിക്കാന്ന് പറഞ്ഞിരിക്കാൻ നേരത്ത് ഒരു എനിമി ഞാൻ തോംസൺസ് വെച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്ക് ചെയ്ത് പിന്നെ അവനെ ഫിനിഷ് ചെയ്ത്. നമ്മുടെ അടുത്താണ് കളി. നേരത്തെ താഴെ കൂടെ പോയ എനിമിയെ നോക്കി ചെന്നപ്പോൾ ബാക്കിലൊരു റെഡ് എനിമിയെ സ്പോട്ട് ചെയ്ത്. അവൻ്റെ കയ്യിലാണ് ഡബിൾ വെക്ടർ. നമ്മൾ വിടുവോ? തീർത്തില്ലേ തോംസൺസ് വെച്ച്. അങ്ങനെ നമ്മൾ അടിച്ചില്ലേ ബുയാ. ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ധനിക ദേവിക കളക്ഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തന്നെയാണ്. എന്നാലും ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കൂടിയാണ്. ഈ ഫ്രീ ഫയറിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇതിന് പേര് ഡി ഡി ഫ്രീ ഫയർ എന്ന് ഇടണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ആ സമയത്താണ് ഒരു ചാനലിൽ തന്നെ 2 ചാനൽ ഇട്ടുകൂടാ എന്നൊരു ഇത് വന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. ഇതുപോലുള്ള രസകരമായ ഫ്രീ ഫയർ ഗെയിം പ്ലേ വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും ഗുഡ് ബൈ.